അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട മക്കളെ, എല്ലാവർക്കും സന്തോഷമാണല്ലോ, സുഖമാണെന്ന് വിചാരിക്കുകയാണ്. നമ്മളുടെ ലിസാനുൽ ഖുർആൻ്റെ ക്ലാസ് നമ്മൾ 3 പാഠങ്ങൾ എടുത്തു കഴിഞ്ഞല്ലോ അല്ലേ. ഇനി നമ്മൾ 4ാമത്തെ പാഠത്തിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന അന്ത അന്തുമ അന്തും അന്തി അന്തുമ അന്തുന്ന അനാ നഹ്നു അല്ലേ, ളമീറുകളെ കുറിച്ച് അവൻ, അവൾ, നീ, ഞാൻ, ഞങ്ങൾ എന്നുള്ള പ്രയോഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മളെ പാഠത്തിൻ്റെ പേരെന്താ? ഫിക്റത്തുൻ റായിയ അല്ലേ. ഫിക്റത്തുൻ റായിയ നമ്മൾ പാഠത്തിൻ്റെ പേര്. അതായത് നല്ല ചിന്തകൾ എന്ന് നമുക്ക് മലയാളം പറയാം. ഫിക്ര എന്ന് പറഞ്ഞാൽ ചിന്ത എന്നാണ്, ചിന്ത. റായിയ എന്ന് പറഞ്ഞാൽ ആകർഷണീയമായ. അപ്പോൾ നല്ല ചിന്ത അല്ലെ, ആകർഷണീയമായ ചിന്ത, ആളുകൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന, ഇഷ്ടപ്പെടുന്ന നമ്മളുടെ ചിന്തകളും നമ്മളുടെ ആശയങ്ങളൊക്കെ അല്ല, അങ്ങനെയാണല്ലോ, നല്ല കാര്യമാണല്ലോ. നമ്മളെ സ്വഭാവമായിട്ട് അത് ഉണ്ടാകാതെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ചിത്രത്തിലേക്ക് നമുക്ക് വരുമ്പോൾ സമയത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു സംഗതി നമുക്ക് കാണാം അല്ലേ. 2 മക്കളുണ്ടല്ലോ അല്ലേ. 2 മക്കൾക്കുള്ള പരിപാടി എന്താ? പ്രാവ് അല്ലേ, പ്രാവനാണല്ലോ അത് അല്ലേ. പ്രാവുകൾക്ക് എന്ത് ചെയ്യാണ്? ഭക്ഷണം കൊടുക്കണം. അപ്പോൾ മറ്റുള്ള ജീവികളോട് കരുണ കാണിക്കുന്ന സ്വഭാവം നമ്മിലുണ്ടാകണം എന്നുള്ള ഒരു ചിന്ത കൂടി ഈ പാഠത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പാഠത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളിലേക്ക് പോകാം. അതാണ് നമ്മളെ ചിത്രത്തിലൂടെ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ആശയം നമുക്ക് തരുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മളെ പാഠത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഒരു കളർ കണ്ടില്ല നിങ്ങൾ? എല്ലാത്തിനും ഇടയ്ക്ക് ഇങ്ങനെ ഓരോ വരിയിലും കളർ കൊടുത്തതായിട്ട്. അതെന്താ? ഇപ്പം മാതാ അല്ലേ, മാ, നഅം, ഐന, ലാ, മാതാ, ഹൽ. അടുത്ത പേജിലേക്ക് വന്നാലുണ്ട്. അടുത്ത പേജിലൂടെ ലാ, ഹൽ, നഅം, കൈഫ, മൻ, അങ്ങനെ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇതെന്താ? ഇത് നമ്മൾ മുമ്പ് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. മാതാ എന്ന് പറഞ്ഞാൽ എന്ത്, മാ അല്ലേ, എന്ത്, നഅം അതെ, ഐന എവിടെ, ലാ ഇല്ല, മാതാ എന്താണ്, ഹൽ ഉണ്ടോ, ഇങ്ങനെ ഓരോ വിഷയങ്ങൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയാം. ഇതൊക്കെ ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾക്ക് ചില ഉത്തരങ്ങളും കൂടി പറയാം. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ടത് എന്താ? ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും കൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കും. അതോടൊപ്പം തന്നെ നേരത്തെ ചിത്രത്തിൽ പറഞ്ഞതുപോലെ ഇതിലൂടെ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരാശയമാണ് നമുക്ക് പരസ്പര സ്നേഹം, പരിഗണന, സഹജീവി സ്നേഹം, ഇതൊക്കെ ഒരുത്തരം ഉണ്ടാവണം എന്നുള്ള ഒരു സൂചന കൂടി നമുക്ക് ഈ പാഠത്തിലോട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠത്തിലേക്ക് വരാം. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ, പറയുന്ന കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുമല്ലോ. നമ്മുടെ പാഠത്തിൽ 2 കുട്ടികളെ പേര് നമ്മൾ ഇടുന്നത് സാലിം, ഷാക്കിർ എന്ന്. ഒരാളുടെ പേര് നമുക്ക് സാലിം എന്നിടാം കേട്ടോ. ഒരു കുട്ടീൻ്റെ പേര് സാലിമാണ്, മറ്റൊരാൾ ഷാക്കിറാണ്. 2 പേരും അഹവാനി. അഹവാനി പറഞ്ഞാൽ എന്താ? കൂട്ടുകാർ എന്നാണ് അല്ലേ. 2 പേരും കൂട്ടുകാരാകുന്നു. അഹ് എന്ന് പറഞ്ഞാൽ സഹോദരൻ എന്നാണ്. അഹ് എന്ന് പറഞ്ഞാൽ സഹോദരൻ. 2 ആളുകൾ കൂട്ടുകാരാന്ന് പറയുമ്പോൾ നമ്മൾ അഹവാനി, ഇപ്പോൾ അവിടെ പറഞ്ഞ പോലെ അഹവാനി എന്ന് പറയും. അഹവാനി, 2 പേരും കൂട്ടുകാരാകുന്നു. ഹുമാ യതഹാദസാനി, അവർ 2 പേരും പരസ്പരം, തഹാദസ എന്ന് പറഞ്ഞാൽ സംഭാഷണം നടത്തുകയാണ്. പരസ്പരം ഒരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം കോൺവേഴ്സേഷൻ എന്നൊക്കെ ഇംഗ്ലീഷിൽ നമുക്ക് പറയാം. സംഭാഷണം നടത്തുക കേട്ടോ, സംഭാഷണം. എന്താ അവർ നടത്തുന്നത്? ഇപ്പം ഇനി ഓരോരുത്തർ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കൂ. എന്താ പറയുന്നത്? ഒന്നാമതായിട്ട് ഷാക്കിറാണ് പറയുന്നത് കേട്ടോ. ഷാക്കിർ പറയുന്നത് എന്താ? മാതാ നഫ്അലു അല്യോ. 2 പേരും കൂട്ടുകാരായത് കൊണ്ട് തന്നെ അവർ എന്താണ് ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് ചർച്ച ചെയ്യണം. ഷാക്കിർ ചോദിക്കുകയാണ് മാതാ. അപ്പോൾ മാതാ എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് അല്ലേ. അപ്പം എന്താണ്, എന്ത് എന്നൊക്കെയാണ് മാതാ എന്ന് പറഞ്ഞാൽ. നഫ്അലു അല്യൗം, ഇന്ന് നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്, എന്താ ഇപ്പം നമ്മൾ ചെയ്യുക? ഒരു ദിവസം നമ്മളെന്താ ചെയ്യുക? നമ്മൾ പരസ്പരം കൂട്ടുകാർ നമുക്ക് ഇന്നിപ്പോൾ എന്താ കളിക്കണോ, വേറെ എന്തെങ്കിലും പണി എടുക്കണോ എന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ ആ ചോദ്യം ഷാക്കിർ ആരോട് ചോദിക്കുകയാണ്? യൗം, യൗം എന്ന് പറഞ്ഞാൽ ടുഡേ, ഇന്ന് കേട്ടോ. ഇന്ന് എന്നാണ് യൗം. ടുഡേ ഒക്കെ പഠിച്ചില്ലേ? അതായത് ഇന്ന് മലയാളത്തിൽ നമ്മൾ പറയും. അപ്പോൾ സാലിം പറയണതിന് മറുപടി നൽഅബു ബി ഖുറത്തിൽ ഖദം. നൽഅബു പറഞ്ഞാൽ പ്ലേ, കളിക്കുക അല്ലേ. നമുക്ക് ഇഷ്ടം, എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനങ്ങൾ കളിക്കൽ. അപ്പോൾ നമുക്ക് കളിക്കാമെന്നാണ് സാലിമിൻ്റെ മറുപടി. എന്താ കളിക്കാൻ പോകുന്നത്? ഖുറത്തുൽ ഖദം. അപ്പോൾ ഖുറത്തുൽ ഖദം പറഞ്ഞ പുതിയൊരു വാക്ക് നമ്മളിന്ന് പഠിക്കണം. നിങ്ങളൊക്കെ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അതിന് അറബിയിൽ പറയുന്ന പേരെന്താ? കാലുകൊണ്ടുള്ള കളി എന്നാണ് ഖുറത്തുൽ ഖദം പറഞ്ഞ നേരെ അർത്ഥം. അതിൻ്റെ അർത്ഥം അപ്പോൾ നേരെ മൊത്തത്തിൽ നമുക്ക് എന്ത് പറയാം? ഖുറത്തുൽ ഖദം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കേട്ടോ. ഖുറത്തുൽ ഖദം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം
ഫുട്ബോൾ. അപ്പോൾ നമുക്ക് ഫുട്ബോൾ കളിച്ചാലോ എന്നാണ് ആരുടെ അഭിപ്രായം? സാലിമിൻ്റെ അഭിപ്രായം. അപ്പം മാ റഅയ്യുക. അപ്പോൾ സാലിം അതിന് അഭിപ്രായം ആരോട് ചോദിക്കുകയാണ്? എന്നോട് ചോദിക്കുക എന്താണ്. അപ്പം മാ റഅയ്യുക എന്താണ് നിൻ്റെ അഭിപ്രായം? നമ്മൾ ഫുട്ബോൾ കളിക്കണേന് എനിക്ക് താല്പര്യമുണ്ടോ? റഈ എന്ന് പറഞ്ഞാൽ അഭിപ്രായം. അപ്പം എന്താണ് നിൻ്റെ അഭിപ്രായം? അപ്പോൾ ഇത് കേട്ടപ്പോൾ ഷാക്കിറിൻ്റെ മറുപടി നഅം, അതെ എനിക്ക് ഓക്കെയാണ്, ഞാൻ ഓക്കെ. ഞാൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, എനിക്ക് കുഴപ്പം, നമുക്ക് ഫുട്ബോൾ കളിക്കാം. പക്ഷേ പക്ഷേ അയിനൽ കുറത്തു, ഫുട്ബോളൂടെ. അപ്പോൾ കുറത്തുൽ കഥ പറഞ്ഞാൽ ഫുട്ബോൾ കളി, ആ കളിക്കാണ് നമ്മൾ കുറത്തുൽ കഥ എന്ന് പറയാം. പന്തിനെന്താ പറയുക? ബോൾ അല്ലേ? ആ ബോളിന് പറയുന്ന പേരാണ് കുറത്ത്. അപ്പോൾ പന്തൂടെ എന്നാണ് ഷാക്കിർ ചോദിക്കുന്നത്. അപ്പോൾ സാലിമിന് മറുപടി ലാ ഹദിരി, എനിക്കറിയില്ല, പന്തൂടെ, പന്തൊന്നുമില്ല, കളിക്കാൻ ആഗ്രഹമുണ്ട് ഫുട്ബോൾ, പക്ഷേ ഫുട്ബോൾ ഇല്ല, എനിക്കറിയില്ല. ലാ ഹദിരി പറഞ്ഞാൽ എനിക്കറിയില്ല, പന്തൂടെയെന്ന് എനിക്കറിയില്ല, പന്ത് കാണില്ല, പന്തില്ല. അപ്പോൾ സാലിം അടുത്തൊരു ചോദ്യം, പന്ത് ഏതായാലും കാണുന്നില്ലല്ലോ, അപ്പം മാതാ സനഫ്അലു, പിന്നെ ഇപ്പം എന്താ ചെയ്യുക? പന്ത് കാണുന്നില്ലല്ലോ, ഇപ്പോൾ ഫുട്ബോൾ കളിക്കാൻ കഴിയില്ലല്ലോ, അപ്പം മാതാ എന്താണ്? അപ്പം എന്താണ് നമ്മളിപ്പോൾ ചെയ്യാന്ന് സാലിം ഷാക്കിറിനോട് ചോദിക്കുകയാണ്. അപ്പം ആ സമയത്ത് ഷാക്കിർ മറുപടി കൊടുക്കുക കേട്ടോ. എന്നാൽ ഹൽ തുഹിബ്ബു ലുഅത്തൻ അലൽ ഇന്റർനെറ്റ്, ഹൽ തുഹിബ്ബു നിനക്ക് ഇഷ്ടമാണോ? ഹൽ ആണോ എന്നാണ് ഹല്ല് എന്ന് പറഞ്ഞത്. അപ്പോൾ തുഹിബ്ബു പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നോ, നിനക്ക് ഇഷ്ടമാണോ എന്നർത്ഥം. ലുഅത്തൻ അലൽ ഇന്റർനെറ്റ്, നമ്മൾ ഗെയിമൊക്കെ കളിക്കുമല്ലോ അല്ലേ, നെറ്റിൽ നോക്കിയിട്ട് കളിച്ചല്ലോ, നെറ്റിൽ ഫുട്ബോളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നെറ്റ് ഏതായി നമ്മൾ ഗെയിം കളിക്കുക. അപ്പോൾ എനിക്ക് നെറ്റിൽ കളിക്കാൻ ഇഷ്ടമാണോ, അതായത് ഇൻ്റർനെറ്റിൽ ഗെയിം ഇഷ്ടമാണോ എന്നർത്ഥം കേട്ടോ. ഗെയിം, ഇൻ്റർനെറ്റ് ഗെയിം എനിക്ക് ഇഷ്ടമാണോ എന്നാണ് ആരുടെ ചോദ്യം? ഷാക്കിറിൻ്റെ ചോദ്യം. അപ്പോൾ അതിന് മറുപടി സാലിം ലാ എനിക്കിഷ്ടമല്ല, നല്ല പരിപാടി അല്ലല്ലോ അല്ലേ. അപ്പോൾ ലാണ അല്ല, എനിക്കിഷ്ടമല്ല, ഇൻ്റർനെറ്റിൽ നോക്കി കളിക്കൽ എനിക്ക്, അതായത് ഗെയിം എനിക്കിഷ്ടമല്ല. ഒഹിബുഹ എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ ഷാക്കിറിൻ്റെ അടുത്ത ചോദ്യം ഹൽ തുഹിബ്ബു ഇത്ആമത്തുയൂർ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഇഷ്ടം. നമ്മുടെ പാഠത്തിൽ ചിത്രം കണ്ടല്ലോ അല്ലേ, അത് ഷാക്കിറിൻ്റെ ചോദ്യത്തിൽ നിന്ന് വന്നത്. അപ്പോൾ ഷാക്കിർ എന്താ ചോദിക്കുന്നത്? നിനക്ക് പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇഷ്ടമാണോ? അപ്പോൾ ഹല്ലാണ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഹല്ലാണ് അതർത്ഥം ആണോ എന്നാണ് അല്ലേ. ഹല്ലാണ് ആണോ. ഷാക്കിറിനോട് ഷാക്കിർ സാലിമിനോട് ചോദിക്കുകയാണ് നിനക്ക് ഭക്ഷണം കൊടുക്കൽ. അപ്പോൾ തുഹിബ്ബു ഇഷ്ടമാണോ? ഇത്ആമൻ എന്താ? ഭക്ഷിപ്പിക്കുക എന്നാണ് ഇത്ആം എന്ന് പറഞ്ഞാൽ. മറ്റൊരാൾ നമ്മൾ ഭക്ഷണം കൊടുക്കുക. തുയൂറാണ് എന്താ? പക്ഷികൾ, ബേർഡ്സ്, കേട്ടില്ലേ, പക്ഷികൾ. അപ്പോൾ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കൽ നിനക്ക് ഇഷ്ടമാണോ എന്ന് ഷാക്കിർ ചോദിക്കുകയാണ്. കാരണം ഗെയിം ഇഷ്ടമല്ലല്ലോ. അപ്പോൾ നമുക്ക് പറ്റിയ മറ്റൊരു പണി പോലെ ആലോചിക്കുകയാണ്. അപ്പോൾ സാലിം മറുപടി നഅം യെസ്. കേൾക്കേണ്ട താമസം. സാലിമിൻ്റെ മറുപടി യെസ്, ഇഷ്ടമാണ്. അത് ഈ ഫിക്രത്തും റായ, നല്ല ചിന്തയാണ്. നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താ? നമ്മുടെ പാഠത്തിൻ്റെ പേര് ഫിക്രത്തും റായ അല്ലേ, അതന്നെ ഇവിടെ കൊടുത്തത്. അപ്പോൾ നല്ല ചിന്തയാണ് എന്ന് ഇവിടെ അഭിപ്രായപ്പെടും. നല്ല ചിന്ത, നമ്മൾ നേരത്തെ ഹെഡിങ് പറഞ്ഞു, നല്ല ചിന്തയാണ് കേട്ടോ. ഈ പറഞ്ഞത് ഇപ്പോൾ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കാമെന്നത് നല്ല ചിന്തയാണ്. അപ്പോൾ അടുത്ത സാലിമിന് വീണ്ടും സംശയം. ആയിക്കോട്ടെ, കൈഫനുത്യം, നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുക? അപ്പോൾ കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ. അപ്പോൾ എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുക? ഭക്ഷണം കൊടുക്കണമെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഭക്ഷണം വേണ്ടേ? അപ്പോൾ അതെങ്ങനെ കൊടുക്കുക? നുത്യം പറഞ്ഞാൽ ഭക്ഷിപ്പിക്കുക. എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുക? ഭക്ഷണം കൊടുക്കണമെങ്കിൽ നമുക്ക് ഭക്ഷണം കിട്ടണ്ടേ എന്നാണ് ചോദ്യം. അപ്പോൾ അതിന് മറുപടിയായിട്ട് ആര് പറയാണ്? ഷാക്കിർ പറയാണ്. ഷാക്കിറ പറയണത് നൻഷുറു റുസ്സ അലൽ അർളി ഫതഅതി തുയൂർ. നമുക്ക് എന്ത് ചെയ്യാം? റുസ് എന്താ? അരി അല്ലെ, റൈസ്. ഇംഗ്ലീഷിൽ റൈസ് അറിയും, മലയാളത്തിൽ അരി എന്ന് പറയും. അരിക്ക് അറബിയിൽ പറയുന്ന പേരാ റുസ് കേട്ടോ. നൻഷുറാണ് വിതറുക, വിതറുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അരി വിതറാം. അലൽ അർളി, ഭൂമിയിൽ. അർള് എന്നൊക്കെ പറഞ്ഞാൽ ഭൂമി, നമ്മൾ നിൽക്കുന്ന ഭൂമിക്ക് പറയുന്നത് അർള് എന്നാണ് കേട്ടോ, ഭൂമി. അപ്പോൾ ഭൂമിയിൽ നമ്മൾ അരി വിതറിയാൽ ഫതഅതി തുയൂർ, ആര് വരും? പക്ഷികൾ വരും. തെഹ്തിയാണ് വരും കേട്ടോ, ഫതഅതി അപ്പോൾ വരും. തുയൂർ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, പക്ഷികൾ. അപ്പോൾ പക്ഷികൾ നമ്മൾ എല്ലതും ഭൂമിയിലേക്ക്, നിലത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓടി വരുമല്ലോ. അപ്പോൾ വീണ്ടും ആർക്ക് സംശയം? സാലിമിന് സംശയം. മൈ എഴുത്തി ബിറുസ്, അരി വേണ്ട ഇനി.
ആരാണ് അരി കൊണ്ടുവരിക എന്നാണ്. മൻ എന്ന് പറഞ്ഞാൽ ആര്, മൻ എന്ന് പറഞ്ഞാൽ ആര്. യഅ്തി ബിറുസ്, ആരാണ് അരി കൊണ്ടുവരിക, യഅ്തിയാണ് കൊണ്ടുവരിക, റുസൻ അരി. അപ്പം ആരാണ് അരി കൊണ്ടുവരിക? അപ്പം ഷാക്കിർ അതിന് വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഹയ്യാ നഅ്തി ബിഹി മഅൻ, ഹയ്യാ നഅ്തി, നമുക്ക് കൊണ്ടുവരാം. കണ്ടോ, ലെറ്റസ് ബ്രിങ്, നമുക്ക് കൊണ്ടുവരാം, ബിഹി അരി കൊണ്ടുവരാം, മഅൻ എല്ലാവരും രണ്ടുപേർക്കും വീട്ടിൽ നിന്ന് കുറച്ച് കൊണ്ടുവരാം, ടുഗദർ അല്ലേ, മഅൻ ഒപ്പം, രണ്ടുപേർക്കും എന്ത് ചെയ്യാം, വീട്ടിൽ നിന്ന് അരി കൊണ്ടുവരാം. എന്നിട്ട് വനുത്തിഇമുഹ, ആർക്ക് ഭക്ഷണം കൊടുക്കാം? പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കാം. അതുപോലെ അതിന് ഐഡിയയും കണ്ടു, പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കാമെന്നുള്ള നല്ല പരിപാടി അവർ തീരുമാനിച്ചു. വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരികയും ചെയ്യാം. എന്നിട്ടത് നമുക്ക് ഒരുമിച്ച് വിതറിയിട്ട് പക്ഷികൾ അതിൽ നിന്ന് ഭക്ഷണം കഴിക്കും എന്നുള്ള നല്ലൊരു ആശയം അവർ കൊണ്ടുവരികയാണ്. ഈ പാഠത്തിൽ നമ്മൾ കുറച്ച് വാക്കുകൾ പഠിച്ചു. അതാണ് നമ്മൾ അടുത്ത ഇതിൽ പറഞ്ഞ നഖ്റഉ അല്ലേ, നമ്മളെ പുസ്തകത്തിൽ നോക്കാൻ നിങ്ങൾ കാണല്ലോ, നഖ്റഉ എന്ന് കാണണ്ടല്ലോ. അപ്പോൾ നമ്മുടെ പാഠത്തിൽ പറഞ്ഞ ആ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമ്മളിവിടെ പുറത്തേക്ക് എഴുതാണ്, ആ കളറിൽ കൊടുത്തത്. ഒന്ന് മാതാ, ഉണ്ടോ, മാതാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറഞ്ഞേ? മാതാണ് എന്ത്. അടുത്ത മാ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ് അല്ലേ, മാ എന്ന് പറഞ്ഞാലും എന്ത്, നമുക്കൊരേ അർത്ഥം തന്നെയാണ് കേട്ടോ. അതിന് ഉത്തരം പറയുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ മറുപടി കൊടുക്കുന്നതാണ് നഅം. നഅം, നഅം എന്ന് പറഞ്ഞാൽ അതെ. ഐന, അടുത്ത ചോദ്യം അല്ലേ, ഐന എന്ന് പറഞ്ഞാൽ എവിടെ, അത് നമ്മളെ പുസ്തകത്തിൽ പഠിച്ചു. ലാ, അല്ല, ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് അതിന് നമ്മൾ പ്രയോഗിച്ചല്ലോ, പുസ്തകത്തിൽ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു. ഹൽ, ആണോ, എനിക്ക് ഇഷ്ടമാണോ, ഹൽ തുഹിബ്, എനിക്ക് ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കാൻ. കൈഫ, എങ്ങനെ, നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുക അല്ലേ, നമ്മൾ പറഞ്ഞല്ലോ, ക്ലാസ്സിൽ ചോദിച്ചല്ലോ എങ്ങനെ നമ്മൾ ഭക്ഷണം കൊടുക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് അറബിയിൽ പറയുന്ന പേരാണ് കൈഫ, എങ്ങനെയാണ് പറയുക, കൈഫ. അടുത്ത മൻ, മൻ എന്ന് പറഞ്ഞാൽ ആര്, ആരാണ് കൊണ്ടുവരിക, മൻ, അപ്പോൾ ആര്. അപ്പോൾ ചോദ്യങ്ങൾ, ഇതിൽ രണ്ട് ഉത്തരങ്ങളുണ്ട് അല്ലേ, ഏതൊക്കെ രണ്ട് ഉത്തരങ്ങളായി പറയുന്ന സാധനങ്ങളാണ് നഅം, ലാ. ബാക്കിയുള്ളതൊക്കെ എന്തുവാണ്, ബാക്കിയുള്ളതൊക്കെ ക്വസ്റ്റ്യൻസാണ്. അപ്പം മാതാ ക്വസ്റ്റ്യനാണ്, മാ ക്വസ്റ്റ്യനാണ്, ഐന ക്വസ്റ്റ്യനാണ്, അൽ ക്വസ്റ്റ്യനാണ്, കൈഫ ക്വസ്റ്റ്യൻ ചോദ്യമാണ് കേട്ടോ, അതൊക്കെ ചോദ്യങ്ങളാണ്. അതിൽ രണ്ടെണ്ണം മാത്രം ഉത്തരം എങ്ങനെ പറയാമെന്നുള്ളതും കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, തിരിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ചോദ്യങ്ങൾ വെച്ചിട്ടുള്ള ചില വർക്കുകൾ ചെയ്യാണ്. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി ഒക്കെ മനസ്സിലാവും അല്ലേ. നസ്അലു വ നുജീബു ജവാബൻ ആഖറ അല്ലേ, നമുക്ക് ചോദ്യവും ഉത്തരവും കണ്ടെത്താം. ഇവിടെ ഒരു ഉത്തരം തന്നെയാണ്, ഉത്തരം ഒന്ന് ഇവിടെ ഉണ്ട്, പക്ഷേ അത് പോരാ, നിങ്ങൾക്ക് സ്വയം കണ്ടെത്താൻ കഴിയണം. അതിന് നമ്മൾ വേറൊരു ഉത്തരം കണ്ടെത്താനുള്ള കോളം കൂടി തന്നിട്ടുണ്ട്. അപ്പം അവിടെ ഉത്തരം തന്നതുപോലെ മറ്റൊരു ഉത്തരം കൂടി നമുക്ക് സ്വയം കണ്ടെത്താൻ ശ്രമിക്കാമെന്നാണ് പറഞ്ഞത്. കമാഫിൽ മിസാൽ, ഒരു ഉദാഹരണം ഇവിടെ തന്നെയാണ്, അതേ രൂപത്തിൽ നമുക്ക് വേറെയും നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പ്രയോഗങ്ങളൊക്കെ ഉണ്ട്, മാ ഉണ്ട്, മാതുണ്ട്, അയിനുണ്ട്, ഹല്ലുണ്ട്, അല്ലേ, ഹല്ലുണ്ട് പ്രാവശ്യം, കൈഫുണ്ട്, മന്നുണ്ട്. ഇത് വെച്ചിട്ടുള്ള ചോദ്യവും ഒരു മോഡൽ ഒരു സെറ്റ് ഉത്തരവുണ്ട് അല്ലേ. ഇനി വേറെ ഉത്തരം നമ്മൾ എന്ത് ചെയ്യണം, അതേ രൂപത്തിൽ കണ്ടെത്തണം. അതിനാണ് നമ്മളോട് പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം ഏതാ, മസ്മുക്ക. മാ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, മസ്മുക്ക എന്ന് പറഞ്ഞാൽ എന്താ, മാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നായിരുന്നു, മാ എന്ന് പറഞ്ഞാൽ എന്ത്. അപ്പം മസ്മുക്ക, നിൻ്റെ പേരെന്താണ് എന്ന് നമുക്ക് ചോദിക്കണം, ഒരാളോട് ചോദിക്കണം. എങ്ങനെ ചോദിക്കുക, മസ്മുക്ക, നിൻ്റെ പേര് എന്താണ്. അപ്പം മറുപടി എങ്ങനെ പറയാ, ഇസ്മി സൊഫ്വാൻ, എൻ്റെ പേര് സൊഫ്വാനാകുന്നു, എൻ്റെ പേര് സൊഫ്വാനാകുന്നു. വേറെ ഉത്തരം കൂടി നമ്മളോട് പറയാനാണ് പറയുന്നത്. ഇപ്പോൾ വേറെ പേര് പറഞ്ഞു, ഇസ്മി ആദിൽ, എൻ്റെ പേര് ആദിലാണ്, അതേ രൂപത്തിൽ പറയും. അപ്പോൾ ഇസ്മി എന്നുള്ള അതേമാതിരിക്കാണ് നിർത്തുക. അവിടെ എന്തിനെ കളഞ്ഞു, നമ്മൾ ചോദ്യത്തിലെ മാനാണ് മാറ്റി. ഇവിടെ ഉത്തരം പറഞ്ഞ സമയത്ത് ചോദ്യത്തിൽ മാ ഇല്ല. എന്നിട്ട് നിൻ്റെ പേര് ചോദിച്ചപ്പോൾ ഇനി ഞാനല്ലേ പറയാം, അപ്പോൾ ഇസ്മീന്നാക്കുക, അത്രേ ഉള്ളൂ. അതായത് നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അതിന് കാ കൊടുത്ത്, നിൻ്റെ നാക്കാൻ വേണ്ടി കാ, അപ്പോൾ എൻ്റെ നാക്കാൻ യാ കൊടുത്താൽ മതി, യാ കേട്ടോ. അപ്പോൾ ഇസ്മി, അപ്പോൾ നേരത്തെ ഇസ്മുക്ക എന്നുള്ളത് ഇസ്മി, യാ കൊടുക്കലൂടെ അപ്പോൾ നിൻ്റെ എന്നുള്ളത് എൻ്റെ നാക്കാൻ ഇസ്മീന്നായി, യാ ആണ് കൊടുത്ത്. അപ്പോൾ ഇസ്മി സൊഫ്വാൻ, എൻ്റെ അതേ രൂപത്തിൽ വേറെ പ്രയോഗം ഉണ്ടോ, ഇസ്മി ആദിൽ, എൻ്റെ പേര് ആദിലാവുന്നു. അപ്പോൾ ഒരു കാ കൊടുത്താൽ എന്തിനർത്ഥം, നീ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ നിൻ്റെ എന്നൊക്കെയാണ് അർത്ഥം. അത് യാ നാക്കി മാറ്റിയാൽ ഞാൻ എൻ്റെ എന്നൊക്കെയാണ് അർത്ഥം. എൻ്റെ വേന എന്നൊക്കെ പറയാം, എൻ്റെ പേര് എന്നൊക്കെ പറയാം, യാ കൊടുത്താൽ മതി. രണ്ട് വ്യത്യാസം, എൻ്റെ നിൻ്റെ എന്നായി.
അതേ രൂപത്തിൽ വേറെ ഉദാഹരണം പറഞ്ഞു നോക്കുക നമുക്ക്. അങ്ങനത്തെ കുറേ ഉദാഹരണം അതിലുണ്ട്. മാതാഫി യദിക്ക, മാതാഫി യദിക്ക, എന്താണ് നിൻ്റെ കയ്യിൽ. യത് എന്ന് പറഞ്ഞാൽ കൈ. അപ്പോൾ നിൻ്റെ കൈ, അപ്പോൾ അല്ലേ, നിൻ്റെ കയ്യിൽ എന്താണ്, കയ്യിൽ എന്താണ്. നാളെ നമ്മൾ കുറേ പ്രാവശ്യം പഠിച്ചല്ലോ, ഇനി എഴുതണ്ടല്ലോ, മനസ്സിലായിട്ടുണ്ടാകും. അപ്പം മാതാ ഫി യദിക്ക, നിൻ്റെ കയ്യിൽ എന്താണ്. അപ്പം അതിന് മറുപടി കൊടുക്കുകയാണ് ഫി യദീ കിതാബി, എൻ്റെ കയ്യിൽ. അപ്പം യദീ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ കൊടുത്താൽ എന്തായി, ഇവിടെ കാണ കൊടുത്ത് നിൻ്റെ, ഇവിടെ യാ കൊടുത്ത്, അപ്പം എൻ്റെ. അപ്പം നിൻ്റെ കയ്യിൽ എന്താണ്, എൻ്റെ കയ്യിൽ കിതാബി, എൻ്റെ കിതാബാണ്. അപ്പം യാ കൊടുക്കലോട് കൂടി എൻ്റെ കിട്ടുമല്ലോ അർത്ഥം. അപ്പം എൻ്റെ കയ്യിൽ എൻ്റെ കിതാബാണ് എന്നായി. ഇനി വേറെ ഉദാഹരണം പറഞ്ഞു നോക്കൂ, വേറെ ഉദാഹരണം പറഞ്ഞു നോക്കല്ലേ. ഇങ്ങനെ പറയാം, ഫി യദി തന്നെ അവിടെ കൊടുക്കുക, മാറ്റണ്ട. ഫി യദി എന്താണ്, കിതാബി മാറ്റിയിട്ട് പേന എന്നായിക്കോട്ടെ അല്ലേ. ഒരു ഉദാഹരണം, എൻ്റെ കയ്യിൽ എൻ്റെ പേനയാകുന്നു. അപ്പോൾ ഫി യദി കലമി. നമുക്ക് വേറെ ഉദാഹരണമൊക്കെ പറയാം, കലമി എന്നുള്ള മാത്രമാക്കണ്ട. വേറെ എന്ത് ഉദാഹരണം നമുക്ക് പറഞ്ഞു നോക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഉദാഹരണം കലമീൻ തന്നു, ഇവിടെ യാ കൊടുക്കണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഫി യദി കലമി എന്ന ഉദാഹരണം കേട്ടോ. അടുത്തത്, അയിന മദ്രസത്തുക്കി, നിൻ്റെ മദ്രസ എവിടെയാണ്. അപ്പം അയിന എന്ന് പറഞ്ഞാൽ എവിടെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മദ്രസത്തു, മദ്രസ സ്കൂൾ അല്ലേ. കീ നേരത്തെ നമ്മൾ പറഞ്ഞിന് എന്തേനി, കാ എന്നല്ലേനി പറഞ്ഞിന് അല്ലേ, ഫത്തഹല്ലേനി. കാ എന്ന് പറഞ്ഞാലും നിൻ്റെ തന്നെയാണ്. അപ്പോൾ കീ എന്ന് പറഞ്ഞാലോ അതും നിൻ്റെ തന്നെയാണ് അല്ലേ, അതും നിൻ്റെ. പക്ഷേ രണ്ട് വ്യത്യാസമുണ്ട്. ഒന്ന് പെണ്ണാണ്, കാ എന്ന് പറഞ്ഞാൽ ആണാണ്, മെയില് ആണ് കേട്ടോ. ഒരാണിനോട് ചോദിക്കുന്ന സമയത്ത് കാ എന്നാ പറയുക, ഫത്തഹ് കൊടുത്തിട്ടാണ് പറയുക. നേരെ മറിച്ച് ഒരു പെണ്ണിനോടാണെങ്കിലോ അത് ഫീമെയിലാണ്, കീ എന്ന് പറയും. നീ തന്നെയാണ് അർത്ഥം, നിൻ്റെ തന്നെയാണ് അർത്ഥം. പക്ഷേ പെണ്ണിനോട് ചോദിക്കുന്ന സമയത്ത് കീ എന്ന് കെസിറിട്ടാട്ടും പറയും അല്ലേ, കീ കെസിറിട്ടാട്ട്. ആണിനോട് ചോദിക്കുന്ന സമയത്ത് ക ഫത്തഹ് ഇട്ടാട്ട്. ഓക്കെ, അപ്പോൾ അവിടെ ആരോടെ ചോദിച്ചതെന്ന് മനസ്സിലായി. ഈ ഉദാഹരണത്തിൽ ചോദിച്ചത് പെണ്ണിനോടാണ് മനസ്സിലായി. കാരണം എന്താ, കീ എന്നല്ലേ, കെസിറല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പെണ്ണിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് നിൻ്റെ സ്കൂൾ എവിടെയാണ്. അയിന എന്ന് പറഞ്ഞാൽ എവിടെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എവിടെ. അപ്പോൾ അതിന് ഉത്തരം എങ്ങനെ പറയാ, ആണായാലും പെണ്ണായാലും എന്ത് മാറൂല, യാ മാറൂല കേട്ടോ. ഇവിടെ ഇപ്പം യാ അല്ലേ, മദ്രസത്തി. അത് ആണായാലും പെണ്ണായാലൊക്കെ എൻ്റെ എന്നുള്ള ഒരേ രൂപത്തിലാണ് പറയാം. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞോടത്ത് ആണിനോട് ചോദിച്ചേ അല്ലേ, മാതാ ഫി യദിക്ക, ആണാണല്ലോ, നിൻ്റെ കയ്യിൽ. ആ ഉത്തരം പറഞ്ഞു കൊടുത്ത് എങ്ങനെ പറഞ്ഞ്, ഫി യദി, എൻ്റെ കയ്യിൽ. അതാണായാലും അടി തോക്കി, അയിന മദ്രസത്തുക്കി. പെണ്ണിനോടാ ചോദിച്ച്, അവിടെയും പറഞ്ഞ് മദ്രസത്തി. ഇപ്പം യാ എന്നുള്ളത് ആണായാലും പെണ്ണായാലും എല്ലാം രണ്ടിനും പ്രയോഗിക്കും. മെയിലിനും പ്രയോഗിക്കും, ഫീമെയിലിനും പ്രയോഗിക്കും കേട്ടോ. ആണിനും പ്രയോഗിക്കും, പെണ്ണിനും പ്രയോഗിക്കും. അപ്പോൾ ഇവിടെ ഫീ മദ്രസത്തി, എൻ്റെ മദ്രസയിലുണ്ട്. എന്ത് എൻ്റെ മദ്രസ, എൻ്റെ മദ്രസ എവിടെയാണെന്ന് ചോദിച്ചോ. എൻ്റെ മദ്രസത്തിക്ക് നിൻ്റെ മദ്രസ എവിടെയാണ്. അപ്പം ഉത്തരം പറഞ്ഞ മദ്രസത്തി, എൻ്റെ മദ്രസ ഫിൽ മദീനത്തി, പട്ടണത്തിലാകുന്നു. അപ്പം മദീനത്ത്, മദീന എന്നാൽ നമ്മൾ മാർക്കറ്റ് എന്നൊക്കെ പറയില്ല, പട്ടണം അല്ലേ. പട്ടണത്തിന് അറബിയിൽ പറയുന്ന വാക്കാണ് മദീന കേട്ടോ. മദീന എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേരാണ്. മക്ക മദീന, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കിടക്കുന്ന മണ്ണിൻ്റെ പേര് മദീനയാണ്, ആ സ്ഥലത്തിൻ്റെ പേരാണ്. അതോടൊപ്പം തന്നെ മദീന എന്ന് പറഞ്ഞ പട്ടണത്തിനും അറബിയിൽ പറയും കേട്ടോ. ഇനി നമ്മൾ വേറെ ഉദാഹരണം പറയും, എൻ്റെ മദ്രസ എവിടെയാണെന്ന, ഗ്രാമത്തിലാകുന്നു വേണേൽ പറഞ്ഞൂടെ. ഇപ്പം പട്ടണത്തിലാണെന്ന് ഇവിടെ പറഞ്ഞത്. നമുക്ക് വേറെ ഉദാഹരണം പറയാം. എങ്ങനെ പറയാം, മദ്രസത്തി. ചോദിച്ച കുട്ടി ഉത്തരം പറയണം, മദ്രസത്തി ഫിൽ കറിയത്തി. കറിയ എന്ന ഗ്രാമം കേട്ടോ. എൻ്റെ മദ്രസ ഗ്രാമത്തിലാകുന്നു, ഫിൽ കറിയത്തി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അല്ലേ. ഹൽ തുഹിബുൽ ഖിറാഅ, ഹൽ തുഹിബുൽ ഖിറാഅ, നിനക്ക് എന്തിഷ്ടാണോ. ഹൽ തുഹിബുൽ ഖിറാഅ, നിനക്ക് വായന ഇഷ്ടമാണോ. ആണോ, ഹല്ല് പഠിച്ചല്ലോ, ആണോ എന്നല്ലേ. ഖിറാഅത്തൻ വായന, തുഹിബ് പറഞ്ഞാൽ നീ ഇഷ്ടപ്പെടുന്നോ. അപ്പം നിനക്ക് വായന, ഖിറാഅത്തൻ വായന ഉണ്ടോ. അപ്പം നിനക്ക് വായന ഇഷ്ടമാണോ. ഓക്കെ, ഹൽ തുഹിബുൽ ഖിറാഅ, ഖിറാഅത്തൻ വായന, റീഡിങ്. അപ്പോൾ ഉത്തരം പറയണം, നഅം, നഅം, അതെ. നഅം പറഞ്ഞാൽ യെസ്,
യെസ്. വഹിബുൽ ഖിറാഅത്ത, എനിക്ക് വായന ഇഷ്ടമാണ്. അപ്പോൾ ഖിറാഅത്ത് എന്ന വാക്ക് മറക്കരുത് കേട്ടോ. ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ വായന. ഖിറാഅത്ത് വായന, വായിക്കണേന് ഖിറാഅത്ത് എന്ന് പറയും. അപ്പോൾ ഉത്തരം നമുക്ക് ഖിറാഅത്തിന് ആയിക്കൊള്ളുന്നില്ല, വേറാക്കി എഴുത്താണ് ഇഷ്ടം. എങ്ങനെ പറയാം? നഅം ഉഹിബ്ബു അൽ കിതാബത്ത, അല്ലേ? എനിക്ക് എഴുത്ത് ഇഷ്ടമാണ്. കിതാബത്ത് എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ്, എഴുത്ത്. ഓക്കെ, അങ്ങനെ വേണം ഉത്തരം പറയാം, അങ്ങനെയും പറയാം അല്ലേ? അപ്പം നാം എന്ന് പറഞ്ഞാൽ അതേ അർത്ഥം നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഹൽ ചോദിക്കുന്ന സമയത്താണ് ഉത്തരം അധികം നാം എന്നോ ലാ എന്നോ ആയിരിക്കും. ഇനി അടുത്ത ചോദ്യം മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച ഓരോ ഉദാഹരണങ്ങൾ പറയാം. നാം ഇൻദക ദറാജ, ഹൽ ഇൻദക ദറാജ, നിന്റെ അടുക്കൽ മോട്ടോർ സൈക്കിൾ ഉണ്ടോ എന്നോ ചോദ്യം. ദറാജത്തറ മോട്ടോർ സൈക്കിൾ അല്ലേ? മോട്ടോർ സൈക്കിളിനാണ് ദറാജ എന്ന് പറയാം. അപ്പോൾ ഹൽ ഇൻദക, കാന്ന് പറഞ്ഞാൽ ആരോടാ ചോദിക്കുന്നത് മനസ്സിലായില്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, കാന്ന് പറഞ്ഞാൽ ആണിനോടാ ചോദിക്കുന്നത് അല്ലേ? അപ്പം നിന്റെ അടുക്കൽ ഉണ്ടോ, ദറാജ ഉണ്ടോ, ഉണ്ടോ എന്നാണ് ഹല്ല് ചോദിച്ചാൽ. ഇൻദക നിന്റെ അടുക്കൽ ഉണ്ടോ, ദറാജത്തുൻ മോട്ടോർ സൈക്കിൾ ഉണ്ടോ. അപ്പോൾ അതിൻ്റെ മറുപടി ലാ ഇല്ല, എൻ്റെ അടുക്കൽ എന്തില്ല, ലൈസ ഇന്തി. അപ്പം ലൈസാണ് ഇല്ല. ലാ എന്നുള്ള നമ്മൾ കൂട്ടി പറയുന്ന സമയത്ത് ലൈസ ഇന്തി, എൻ്റെ അടുക്കൽ ഇല്ല. ലാ ഇന്തി എന്നല്ല, ലൈസ ഇന്തി എന്നതാണ് നല്ല രൂപത്തിൽ നമ്മൾ പറയാം. അപ്പം ലൈസ ഇന്തി, എൻ്റെ അടുക്കൽ ഇല്ല, ദറാജത്തുൻ സൈക്കിളില്ല. ഓക്കെ, അതിൻ്റെ അർത്ഥം അപ്പം അങ്ങനെ വരും കേട്ടോ. ലൈസ ഇന്തി പറഞ്ഞാൽ എൻ്റെ അടുക്കൽ ഇല്ല എന്ത്, ദറാജത്തുൻ മോട്ടോർ സൈക്കിളില്ല. നമുക്ക് വേറെ ഉത്തരം പറഞ്ഞൂടെ? എൻ്റെ അടുക്കൽ എന്തില്ല, പേനയില്ല. ഒരാൾ പേന ഉണ്ടോ ചോദിച്ചു. ഹൽ ഇൻദക കലമുൻ, നിൻ്റെ അടുക്കൽ പേന ഉണ്ടോ എന്ന് ചോദിച്ചു. ഇങ്ങനെ ഉത്തരം പറയാ, ലൈസ ഇന്തി കലമുൻ, എൻ്റെ അടുക്കൽ പേനയില്ല. എൻ്റെ അടുക്കൽ മൊബൈലില്ല, എങ്ങനെ പറയാ? ലൈസ ഇന്തി ജവ്വാലുൻ, എൻ്റെ അടുക്കൽ ഫോണില്ല. ഇങ്ങനെയൊക്കെ പറയാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, കൈഫ ഹാലുക്കി. ആരോടെ ചോദിക്കണേ? കി, പെണ്ണിനോടാ ചോദിക്കണം അല്ലേ? കൈഫ എങ്ങനെയുണ്ട് എൻ്റെ അവസ്ഥ, സുഖനല്ലേ അല്ലേ? കൈഫ എങ്ങനെയുണ്ട്, എങ്ങനെയാണെന്നാണ് കൈഫ എന്ന് പറഞ്ഞാൽ. നേരത്തെ പഠിച്ചിന്. എങ്ങനെയുണ്ട് നിൻ്റെ ഹാലിയാണ് അവസ്ഥ, സുഖല്ലേ എന്ന് ചോദിക്കും നമ്മൾ മലയാളത്തിൽ. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് അൽഹംദുലില്ലാ അന ബിഖൈർ, ഞാൻ സന്തോഷത്തിലാണ്. അപ്പോൾ അന ഫി ആഫിയ ആണെങ്കിൽ പറയാം അന ബിഖൈർ. നമുക്ക് അങ്ങനെ തന്നെ പ്രയോഗിക്കണം എന്നില്ല, അന ബിഖൈർ പ്രയോഗിക്കാം. സാധാരണ നമ്മളങ്ങനെ പറയുന്ന സാധനമാണ്. അല്ലെങ്കിലോ അൽഹംദുലില്ലാ അന ഫി റാഹ അല്ലേ? അൽഹംദുലില്ലാ അന ഫി റാഹ, ഞാൻ റാഹത്തിലാണ് അല്ലെ? അനഫി ആഫിയ അങ്ങനെയൊക്കെ പറയാം. അനഫി റാഹ, എനിക്ക് റാഹത്താണ്, സന്തോഷമാണ് എന്നാണ്, അങ്ങനെയും പറയാം കേട്ടോ. ഇനി അടുത്തത്, മൻ മഅക, ആരാണ് നിൻ്റെ കൂടെ അല്ലേ? അതാണ് ചോദ്യം. മൻ മഅക, ആരാണ് നിൻ്റെ കൂടെ? മൻ ആണ് ആര്, മഅക നിൻ്റെ കൂടെ. അപ്പോൾ ആണിൻ്റെ കൂടെ, കാന്ന് പറഞ്ഞാൽ ആണാണല്ലോ. അപ്പം നിൻ്റെ കൂടെ ആരാണെന്ന് ചോദിക്കാൻ മൻ മഅക എന്ന് ചോദിച്ചാൽ, അപ്പോൾ ഉത്തരം പറയുന്നത് മഴീ, എൻ്റെ കൂടെ ഉള്ളത് ആരാ? മഴീ അഖി അൽ കബീർ, എൻ്റെ കൂടെ. മഴീ അപ്പം മഴക്ക എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഇനി പറയണം. ഇനി മഴീ യാവ് കൊടുത്താൽ മതി. നേരത്തെ നമ്മൾ കൊടുത്തല്ലോ, ഹിന്ദി എന്നുള്ളടത്ത് യാവ് കൊടുത്ത്, അവിടെയൊക്കെ അങ്ങനെ തന്നെ. എൻ്റെ കൂടെ അഖി അൽ കബീർ, എൻ്റെ കൂടെ വലിയ സഹോദരനാണുള്ളത് അല്ലേ? അല്ലെ എൻ്റെ അടുക്കൽ ചെറിയ കുട്ടിയാണുള്ളത്, അങ്ങനെ പറയാൻ വേണമെങ്കിൽ എൻ്റെ ചെറിയ സഹോദരനാണ് എങ്ങനെ പറയാ? മഴീ അഖി അസ്സഗീർ, എങ്ങനെ പറയാം? എൻ്റെ അടുക്കൽ ചെറിയ സഹോദരനാണ് അല്ലേ? അല്ലെങ്കിലോ എൻ്റെ അടുക്കൽ ചെറിയ കുട്ടി, എൻ്റെ കുട്ടിയാണുള്ളത്. മഴി ഇബിനി അസ്സഗീർ, എൻ്റെ അടുക്കൽ ചെറിയ കുട്ടിയാണുള്ളത്, അങ്ങനെയും പറയാം. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഉദാഹരണോടെ ഉണ്ടാക്കാം. നമ്മളിവിടെ മണ്ണ് ഇതൊക്കെ കൈഫ ഹല്ല് എങ്ങനെ ചോദ്യം വന്നാൽ ഉത്തരം എഴുതുക എന്നുള്ളത് പഠിപ്പിച്ചു തരലാണ് ഇവിടുത്തെ ഉദ്ദേശം. ഓക്കെ, തിരിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? അടുത്ത ക്ലാസ്സിലേക്ക് പോകട്ടോ ഇൻഷാ അല്ലാഹ്. ഇനി നഖ്താറു വ നുക്കമ്മിൽ, പാഠം കണ്ടില്ലേ? നഖ്താറു വ നുക്കമ്മിൽ, ഇവിടെ ഏറ്റവും നല്ലതുള്ള തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് വിട്ട ഭാഗമുണ്ട്, ഇങ്ങോട്ട് അപ്പുറത്ത് ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ചോദ്യത്തോട് യോജിച്ച
ക്വസ്റ്റ്യൻ ചിഹ്നം ഏതാണ്? ഇവിടെ ചിഹ്നങ്ങൾ കുറേ ഉണ്ടല്ലോ അല്ലേ? മൻ, മാത, ഹൽ, മാ, ഉഹിബു, ഇങ്ങനെ ഓരോന്നിലും വ്യത്യസ്തമായ ചോദ്യങ്ങളുണ്ട്. ഇവിടെ ഏറ്റവും യോജിച്ച ചോദ്യചിഹ്നം ഏതാ? അപ്പം അർത്ഥം മനസ്സിലായാൽ പെട്ടെന്ന് കിട്ടും, പ്രയാസമൊന്നുമില്ല. ഒന്നാമത്തെ ചോദ്യം എന്താ? ഒന്നാമത്തെ ചോദ്യം യൽഅബു ബിൽ ഖുറത്തി എന്നാണ് അല്ലേ? യൽഅബു ബിൽ ഖുറത്തി. അപ്പോൾ ഫുട്ബോൾ കളിക്കുന്നു എന്നാണ് അർത്ഥം. ഫുട്ബോൾ കളിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഏറ്റവും യോജിക്കുക? ഇനി നമുക്ക് ഇവിടുത്തെ അർത്ഥം അറിയണം. മാ പറഞ്ഞാൽ എന്ത് എന്നാണ് അല്ലേ? മന്ന് പറഞ്ഞാൽ ആര് എന്നാണ്. മാത പറഞ്ഞാൽ എന്താണ്, എന്ത് എന്നൊക്കെയാണ് അർത്ഥം അല്ലേ? അപ്പോൾ ഇവിടെ യോജിച്ച ചോദ്യം ഏതാ? എന്ത് ഫുട്ബോൾ കളിക്കുന്നു എന്ന് പറയാമോ? എന്ത് പറയില്ലല്ലോ, ഫുട്ബോൾ എന്നല്ലേ കളിക്കണേ, പിന്നെ എന്ത് പറയില്ല, എന്താണെന്നും പറയില്ല. പിന്നെ ആരാണ് ഫുട്ബോൾ കളിക്കുന്നത് എന്നാണ് ഒന്നുകൂടി യോജിക്കുക അല്ലേ? അപ്പോൾ അവിടെ ഉത്തരം ഏതാണ്? മൻ. ഇതാണ് ആൻസർ ആയിട്ട് വരിക, മൻ. അടുത്തോ തുഹിബ്ബു സിബാഹ. സിബാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സ്വിമ്മിങ് എന്നൊക്കെ പറയില്ലേ, നീന്തൽ അല്ലേ? സിബാഹത്ത് എന്ന് പറഞ്ഞാൽ നീന്തലാണ് കേട്ടോ. നീന്തണേന് അറബി പറയുന്ന പേരാണ് നീന്തൽ, സിബാഹ. സിബാഹ. അപ്പോൾ നീ ഇഷ്ടപ്പെടുന്നു നീന്തൽ. അപ്പോൾ ചോദ്യമാക്കണം, നീ നീന്തലിനെ ഇഷ്ടപ്പെടുന്നു എന്നതാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ നമുക്ക് ചോദ്യമാക്കുമ്പോൾ എങ്ങനെയാണ്? ഹൽ, മാ, ഉഹിബു. ഏതാ വരിക? അർത്ഥം അറിഞ്ഞാൽ മതി. ഹൽ ഇഷ്ടപ്പെടുന്നോ അല്ലേ? ഇഷ്ടപ്പെടുന്നോ. മാ എന്ന് പറഞ്ഞാലോ എന്താണ്? ഉഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു. അത് കൊടുക്കാൻ പറ്റുമോ? ഉഹിബു തുഹിബു പറയോ? മാ തുഹിബു സിബാഹ, നീ എന്താണ് നീന്തലിനെ ഇഷ്ടപ്പെടുന്നത് ചോദിക്കൂലല്ലോ, കാരണമല്ലല്ലോ ചോദിക്കുന്നത്. എന്താണ് അവരോട് സാധനം പറയലല്ലേ അല്ലേ? എന്താണ് തിന്നുന്നോ ചോദിക്കണ മാതിരിയല്ലല്ലോ. അപ്പം അതുകൊണ്ട് അവിടെ ഏറ്റവും ചോദിച്ചത് എന്താണ്? ഹൽ. ഹൽ ഹൽ എന്നതാണ് അവിടെ ഏറ്റവും ചോദിച്ചത്. ഹൽ തുഹിബു സിബാഹ, നീ നീന്തൽ ഇഷ്ടപ്പെടുന്നോ. അടുത്ത ചോദ്യം എന്ത്? ബൈത്തുക, നിൻ്റെ വീട്. അപ്പം നിൻ്റെ വീട് എന്നാണ് അവിടെ കൊടുത്ത ചോദ്യമാക്കണം. ആ ചോദ്യം എന്താണ് ചോദിക്കുന്നത്? ഹൽ എന്നും മൻ എന്നും ഐന എന്നുമാണ്. അപ്പോൾ ഹൽ ആണോ? ഉത്തരം പൂർത്തിയാവോ? ഹൽ ബൈത്തുക്കനി ബൈത്ത്. അപ്പോൾ ചോദ്യം പൂർത്തിയാവില്ല അല്ലേ? മൻ ആര്, അങ്ങനെ വീട് ആര് ചോദിക്കുമോ? ഇല്ല. ഐന എവിടെ ചോദിക്കുമോ? അങ്ങനെയാണ് ചോദിക്കുക അല്ലേ? അപ്പോൾ ഐന ബൈത്തുക്ക എന്നാണ് അവിടെ ഒന്നും കൂടി യോജിച്ചത്. എൻ്റെ വീട് എവിടെയാണ് എന്നതാണ് അവിടെ യോജിച്ച ചോദ്യം. അടുത്ത ഫിൽ ഹഖീബത്തി. ഹഖീബത്താണ് ബാഗ് എന്നാണ്. ഹഖീബത്ത് മുമ്പ് ക്ലാസ്സിൽ ഏതോ പഠിച്ചിട്ടുണ്ടാവും, ബാഗ് കേട്ടോ, ബാഗ്. അപ്പോൾ ഫിൽ ഹഖീബത്തി, ബാഗിൽ. ബാഗിൽ എന്നാണ് ഇപ്പോൾ ഇവിടെ വന്നത് അല്ലേ? ബാഗിൽ എന്നാ വന്നത്. അപ്പം നമ്മൾ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ഇവിടെ ഏതാ ചോദിച്ചതെന്നാണ്. ഐനയാണോ മാതയാണോ ഫീയാണോ? ഐനർ എവിടെ, അതിനോട് പറ്റുമോ? ഐന ഫിൽ ഹഖീബത്തിൻ പറഞ്ഞു നോക്കിയാൽ ഉത്തരം കിട്ടുമോ അല്ലേ? ബാഗിൽ എവിടെയാണ് പൂർത്തിയാവില്ലല്ലോ, ഒരു ചോദ്യം പൂർത്തിയാവില്ല. മാതാ ഫിൽ ഹഖീബത്തി. ഫിൽ ഹഖീബത്ത്, ഫിൽ ഹഖീബത്തി, ഫീ പറ്റില്ല. അപ്പോൾ ഏതാ ആൻസർ? മാതയാണ് അല്ലേ? എന്താണ് എൻ്റെ ബാഗിൽ എന്താണ്. അടുത്ത ചോദ്യം തദ്ഹബു ഇല സൂഖ്, അങ്ങാടിയിലേക്ക് നീ പോകുന്നു അല്ലേ? അപ്പോൾ ചോദ്യമാക്കണം. ഇവിടെ കൈഫ ഉണ്ട്, മാത ഉണ്ട്, ഫീ ഉണ്ട്. കൈഫ എങ്ങനെ പോകുന്നു, മാത എന്ത് പോകുന്നു, ഫീ എന്ന് പറഞ്ഞാൽ സ്വന്തം അർത്ഥം ഉണ്ടാവില്ല, ഇൽ എന്നൊക്കെയാണ് അർത്ഥം വരുള്ളൂ അല്ലേ? അവിടെ ചോദിച്ചത് ഏതാ? കൈഫ തന്നെയാണ്, കൈഫ. അപ്പം കൈഫ തദ്ഹബു, എങ്ങനെയാണ് ഇനി പോകുന്നത്? വണ്ടിയിലാണോ നടന്നിട്ടാണോ അല്ലേ? കൈഫ തദ്ഹബു ഇല സൂഖി, അങ്ങാടിയിലേക്ക് നീ എങ്ങനെയാണ് പോകുന്നത് എന്നാണ്. അടുത്തത് ഇസ്മു അബീക്ക, എൻ്റെ ഉപ്പയുടെ പേര്. അങ്ങനെ ഇവിടെ വന്നിട്ടുള്ളൂ. ഇനി ഇവിടെ വേണ്ടത് എന്താണെന്നാണ്? എന്താണ് പേര് എന്നാണോ? മൻ ആരാണ് പേര് എന്നാണോ? ഐന എൻ്റെ അപ്പൻ്റെ പേര് എവിടെയാണെന്നാണ്. യോജിക്കൂലല്ലോ. പേരെന്താണ്? മാ. മാ മസ്മു അബീക്ക നമ്മൾ നേരത്തെ ചോദിച്ചല്ലോ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചല്ലോ അല്ലേ? മസ്മുക്ക ചോദിച്ചല്ലോ അല്ലേ? അതേ രൂപത്തിൽ തന്നെ ഇവിടെ മസ്മു അബീക്ക, നിൻ്റെ ഉപ്പയുടെ പേരെന്താണ്? അപ്പം മാ എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഓരോന്ന് അർത്ഥം മനസ്സിലായാൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. ഇനി ഇവിടെ നമ്മൾ നസ്വീൽ ബിൽ മുനാസിബിയാണ്, നല്ല യോജിച്ചത് ഏതാണെന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ്. ഒന്ന് ഇവിടെ മാതാണുള്ളത്. എന്ത് അവളോട് ചോദിച്ച ചോദ്യം ഏതാണ്? മാ എന്താകും? മാതാ എന്ന് പറയുമ്പോൾ നമ്മൾ അധികം തൊട്ട് ശേഷം ഒരു പ്രവൃത്തിയെ കരണ്ട. അതാ മായും മായും തമ്മിലൊരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുന്നതാണ്. മാ എന്ന് പറയുന്ന സമയത്ത് അധികവും ശേഷം ഇസ്മായിരിക്കും, നൗണായിരിക്കും. മാൻ്റെ ശേഷം ഇസ്മായിരിക്കും ഉണ്ടാകുക. മാതൻ്റെ ശേഷം അധികം എന്താണ് ഉണ്ടാകുക? ഫിയലാണ് ഉണ്ടാകുക.
ഫിയൽ പ്രവർത്തി കേട്ടോ. അപ്പോൾ നീ എന്താണ് ചെയ്യുന്നത് ചോദിക്കുന്ന സമയത്ത് മാതാന്ന് പറയാം. നിന്റെ പേരെന്താണ് ചോദിക്കുന്ന സമയത്ത് മാന്നാണ് പറയാം. അതാണ് തമ്മിൽ ഒരു വ്യത്യാസമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അത് നേരത്തെ പറഞ്ഞിട്ടില്ല, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം മാതാന്ന് എന്താ, എന്ത് തന്നെയാണ് അല്ലേ. അപ്പം മാതാ ഇവിടെ ഫീല് നോക്കിയാൽ മതി. ഒരു പ്രവൃത്തി അതവിടെ ഇവിടെ ബൈത്തുക്കും പറഞ്ഞാൽ എന്താ അർത്ഥം? മറ്റേനകത്തൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു മാതാറിന് എന്ത്, മാറിനാലും എന്ത് തന്നെയാണ്. കൈഫ എങ്ങനെ, അയിന എവിടെ, മന്നാരി നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ. ഇവിടെ ബൈത്തുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട് എന്നാണ് അല്ലേ, നിങ്ങളുടെ വീട്. തക്തുബ് പറഞ്ഞാൽ നീ എഴുതുന്നു. ഉസ്താദുഖാൻ എൻ്റെ ഉസ്താദ്, ഇസ്മുഖാൻ എൻ്റെ പേര്, ഹാലുഖാൻ എൻ്റെ അവസ്ഥ എന്നാണ്. ഇവിടെ നമ്മൾ ചോദിച്ചത് ഏതാ നോക്കണം, മാതാ. അപ്പോൾ മാതാൻ്റെ ശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞേ, മാതാൻ്റെ ശേഷം ഫിയലാണ് വരിക. ഞാൻ നേരത്തെ ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഏറ്റവും ചോദിച്ചത് തക്തുബു തന്നെയാണ് അല്ലേ. അപ്പം മാതാ തക്തുബു, എന്താണ് നീ എഴുതുന്നത്. എടുത്തതോ മാ എന്ന് പറഞ്ഞാൽ ശേഷം ഒരു ഇസ്മ ഉണ്ടാകുക. അപ്പോൾ ഏറ്റവും ചോദിച്ചത് ഇവിടെ ഏതാ, നിൻ്റെ മാ ബൈത്തുക്കു, നിൻ്റെ വീട് എന്താണ് വേണ്ടല്ലോ, ചോദ്യമാവില്ല. മാ തക്തുബ് പറയില്ല, നമ്മൾ നേരത്തെ പറഞ്ഞു അധികം ഫീലാണ് വരിക എന്ന് പറഞ്ഞു. മാ ഉസ്താദ് കനിയുടെ ഉസ്താദ് എന്താണ് അങ്ങനെ ചോദിക്കോ, ബഹുമാനിക്കൂലേ. ഒരു ജീവല്ലാത്ത വസ്തുവിനെ അങ്ങനെ ചോദിക്കുള്ളൂ അല്ലേ. നേരെ പറഞ്ഞു മസ്മുക്ക, നിൻ്റെ പേര് എന്താണ്. അപ്പോൾ ചോദിച്ചത് ഏതാ, മസ്മുക്ക. ഇതാണ് അവിടെ ചോദിച്ച ആൻസർ. അടുത്ത കൈഫ, എങ്ങനെയുണ്ട്, എന്താ നമ്മളിതിൽ ചോദിക്കുക, നമ്മൾ നേരത്തെ പഠിച്ചാണ് അല്ലേ. കൈഫ ഹാലുക്ക എന്ന് നമ്മൾ പഠിച്ചാണ്. അപ്പോൾ അവിടെ ആൻസർ കൈഫ ഹാലുക്കി. ഐന, എവിടെയാണ്. ഐന ഇവിടെ ഏറ്റവും ചോദിച്ചത് ഏതാ, ഇവിടെ തന്നെ കൊടുത്താണ് നമുക്ക് ആൻസർ കൊടുത്തത്. ഐന ബൈത്തുക്ക്, നിങ്ങളുടെ വീട് എവിടെയാണ്. അപ്പോൾ അതാണ് ഇവിടെ ആൻസർ കൊടുത്തത്. അപ്പോൾ നമുക്ക് അടുത്ത മനസ്സിലായി, മന്ന് എന്ന് പറഞ്ഞാൽ നിൻ്റെ ഉസ്താദ് ആരാണ്. അപ്പോൾ മൻ ഉസ്താദുക്ക. ഓക്കെ, ഇങ്ങനെയാണ് ആൻസർ വരിക. അർത്ഥം മനസ്സിലാക്കിയാൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. അടുത്തത് യഖ്റഉ നഖ്റഉ വനസ്അലു കമാ ഫിൽ മിസാൽ. നമ്മൾ ഉത്തരം ഇവിടെ ഉണ്ട്, അതിനെങ്ങനെ ചോദ്യമാക്കി മാറ്റാം. ആ ഉത്തരത്തിന് എങ്ങനെ ചോദ്യമാക്കി മാറ്റാം എന്നാണ് പറഞ്ഞത്. യഖ്റഉ സാലിമുൻ അൽ ഖുർആന, യഖ്റഉ സാലിമുൻ അൽ ഖുർആന. സാലിം എന്ത് ഓതുന്നു, ഖുർആൻ ഓതുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ എങ്ങനെ ആരാണ് ഓതുന്നത് ചോദിച്ചൂടെ, അങ്ങനെ ചോദിച്ചൂടെ. അപ്പോൾ അതിൻ്റെ ഒരു ചോദ്യമാണ് മൈ യഖ്റഉൽ ഖുർആൻ. അപ്പോൾ സാലിമിനെ അവിടെ നമ്മൾ ഒഴിവാക്കി, ഈ ചോദ്യത്തിൽ സാലിമിനെ ഒഴിവാക്കി. ഇങ്ങോട്ട് മൈ യഖ്റഉൽ ഖുർആൻ, ആരാണ് ഖുർആൻ ഓതുന്നത്. ഒരു മന്നാട് ആഡ് ചെയ്തിട്ട് യഖ്റഉൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഖുർആൻ ഓതുന്നത് എന്നായി. അപ്പോൾ ചോദ്യമാക്കാൻ അത്രയേ ഉള്ളൂ. നമ്മളവിടെ ഉത്തരം കിട്ടേണ്ട സാധനം അവിടെ നിന്ന് ഒഴിവാക്കുക. എന്നിട്ട് അതിന് പകരം ഇവിടെ ചോദിച്ച ഒരു ചോദ്യം കൊടുക്കുക. അവിടെ സാലിം എന്ന വാക്കിനാണ് ഒഴിവാക്കി. അപ്പോൾ ആരാണ് ഒന്നും ഉത്തരം ഒരു ചോദ്യം കിട്ടാൻ വേണ്ടി നമ്മളൊരു മന്നി എന്നുള്ള വാക്ക് തൊട്ട് മുമ്പാണ് കൊടുത്തു. അപ്പോൾ ചോദ്യമായി. അടുത്ത് നഅം സമീഅത്തുൽ അദാന, ഞാൻ ബാങ്ക് കേട്ടു അല്ലേ. സമീഅത്തുൽ അദാന പറഞ്ഞാൽ സമീഅത്തു എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ കേട്ടു എന്നാണ് കേട്ടോ. ഞാൻ കേട്ടു. അദാന പറഞ്ഞാൽ ബാങ്ക്. നീ ബാങ്ക് കേട്ടോ എങ്ങനെയാക്കുക, നമ്മൾ കേട്ടോ എന്ന് ചോദിക്കാൻ എന്താ പറഞ്ഞേ, ആണോ കേട്ടോ എന്നൊക്കെ പറയാൻ ഹൽ എന്നാണ് കേട്ടോ. അപ്പോൾ ഹൽ നീ കേട്ടോ. അപ്പോൾ സെമിയത്ത് പറഞ്ഞാൽ ഞാൻ കേട്ടു എന്ന്. അപ്പോൾ നീ കേട്ടു നോക്കാൻ എന്താക്കിയാൽ മതി, സെമിയഴ്ത്ത. അത് ആണോ ആവോ പെണ്ണു ആവാം, അല്ലെങ്കിൽ സെമിയഴ്ത്തി. നമ്മൾ ആരോടെ ചോദിക്കുന്നതനുസരിച്ച് ഉണ്ടാവും കേട്ടോ. നമുക്ക് ആണിനോടെ ചോദിക്കുന്നപ്പോൾ സങ്കല്പിക്കുക. അങ്ങനെ ഹൽ സെമിയഴ്ത്തല്ല അദാന, നീ ബാങ്ക് കേട്ടോ എന്നായി. അപ്പം ഞാൻ ബാങ്ക് കേട്ടു എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം ഹഖീബത്തി അല തോവില. ഹഖീബത്തി അല തോവില, എൻ്റെ ബാഗ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ബാഗിന് അറബിയിൽ ഹഖീബത്ത് എന്ന് പറയാം. അപ്പം എൻ്റെ ബാഗ് അല തോവില. തോവിലത്താണ് എന്താ, ടേബിൾ കേട്ടോ. ടേബിളിനാണ് ഹഖീബത്ത് എന്ന് പറയാം. അപ്പം എൻ്റെ ബാഗ് ടേബിളിൻ്റെ മുകളിലാണ്. അപ്പോൾ ചോദ്യം എങ്ങനെ ചോദിക്കുക, എങ്ങനെ ചോദിക്കാം, എവിടെയാണ് എന്നല്ലേ. എവിടേക്ക് എന്താ അറബി പറയാ, ഐന. ഐന ഹഖീബത്തി, എൻ്റെ ബാഗ് എവിടെയാണ്. അല്ലെ ഹഖീബത്തി എന്നല്ല, അവിടെ ഏറ്റവും നല്ലത് ഹഖീബത്തുക്ക. ഓരോട് ചോദിക്കല്ലേ, നിൻ്റെ വീട് ബാഗ് എവിടെയാണെന്ന് വേറെ ആളോട് ചോദിക്കുകയാണ്. അപ്പോൾ ഐന ഹഖീബത്തുക്ക. ഹഖീബത്തുക്ക ആണിനോടാണെങ്കിൽ ഐന ഹഖീബത്തുക്ക, പെണ്ണിനോടാണെങ്കിൽ ഐന ഹഖീബത്തുക്കി, രണ്ടും പറയാം. ഓക്കെ, അപ്പോൾ ഹഖീബത്തുക്ക എന്നുള്ളവിടെ വരണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു സാധനം. അതുപോലെ തന്നെ ചോദ്യം ഇവിടെ ചോദിച്ചത് ഐനയാണ് ഏറ്റവും നല്ല
ചോദ്യം കേട്ടോ. ഇവിടെ അടുത്ത യൽഅബു സാലിമും ബിൽ കുറത്തി. സാലിം കളിക്കുന്നത് ഫുട്ബോൾ അല്ലേ, സാലിം ഫുട്ബോൾ കളിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ചോദിക്കണമെന്ന് സാലിം ആരാണ് ഫുട്ബോൾ കളിക്കുന്നത് അങ്ങനെ ചോദിച്ചൂടെ? ആരാണ് ഫുട്ബോൾ കളിക്കുന്നത്? അപ്പം എങ്ങനെ ചോദിക്കാം? മൻ യൽഅബു ബിൽ കുറത്തി, മൻ യൽഅബു ബിൽ കുറത്തി. അങ്ങനെയാണ് ഏറ്റവും നല്ല ഒരു ചോദ്യം കേട്ടോ. വേറെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കാം, നമ്മളിപ്പോൾ ഒരു ചോദ്യം മോഡൽ പഠിക്കുക. അടുത്ത് അൽഹംദുലില്ലാ ബിഖൈർ. അൽഹംദുലില്ലാ ബിഖൈർ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, സുഖമാണ്. അപ്പം എങ്ങനെ ചോദിക്കുക? എങ്ങനെയുണ്ട് എന്നല്ല ചോദിക്കുക. അപ്പം കൈഫ ഹാലുക്ക, കൈഫ ഹാലുക്ക. ഇസ്മി ഖദീജ, എൻ്റെ പേര് ഖദീജയാണ് എന്നാണ് ഉത്തരം. ചോദ്യം എന്താ വരിക? ചോദ്യം നമ്മൾ എത്രയോ തവണ പഠിച്ചതാണ് അല്ലേ, കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. മസ്മുക്കി, കീ എന്ന് പറയാൻ കാരണം എന്താ? പെണ്ണാണ്, ഖദീജ പെണ്ണായതുകൊണ്ട് അവിടെ പറയേണ്ടത് കീ എന്നാണ്, മസ്മുക്ക എന്നല്ല കേട്ടോ. കാരണം ഖദീജ ഇവിടെ പെണ്ണാണല്ലോ, ഖദീജ പെണ്ണായതുകൊണ്ട് എന്തായത് മസ്മുക്ക എന്ന് പറയരുത്, മസ്മുക്കി എന്ന് തന്നെ പറയണം. അടുത്ത് ലാ ലൈസ ഇന്തി ജവ്വാലുൻ, എൻ്റെ അടുക്കൽ ഫോണില്ല. ലൈസ ഇന്തി ജവ്വാൽ എന്ന ഫോൺ, ലൈസ ഇന്തി എൻ്റെ അടുക്കലില്ല കേട്ടോ, എൻ്റെ അടുക്കൽ ഫോണില്ല. അപ്പം എങ്ങനെ ചോദിക്കുക? ഉണ്ടോ? നേരത്തെ പഠിച്ചില്ല നമ്മൾ, നേരത്തെ നമ്മൾ ഓരോ പ്രാവശ്യം പഠിച്ചു അല്ലേ. എന്താണ് പഠിച്ചത്? ഹൽ എന്ന് പഠിച്ചു, അതുതന്നെയാണ് ഇവിടെ. അപ്പോൾ ഹൽ എന്താ ചോദിക്കുക? എൻ്റെ അടുക്കലില്ല. അപ്പം നിൻ്റെ അടുക്കലുണ്ടോ ചോദിക്കാൻ എന്താ ചെയ്യുക? ഹൽ ഇന്തി ഹിന്ദക്ക അല്ലേ, നിൻ്റെ അടുക്കലുണ്ടോ? അല്ല ലൈസ ഇന്തി എന്നാണ് ഉത്തരം പറയാം. ചോദിക്കുന്നതാണ് എങ്ങനെ ചോദിക്കുക? ഹൽ ഇന്ദക്ക ജവ്വാലുൻ, നിൻ്റെ അടുക്കൽ ഫോണുണ്ടോ? ഓക്കെ. അപ്പം ഇങ്ങനെ ഓരോ ചോദ്യം വന്നാൽ ഉത്തരാക്കാനും ഉത്തരം വന്നാൽ ചോദ്യമാക്കാനും നമുക്ക് കഴിയണം. ക്ലാസ് കഴിയാൻ പോവുകയാണ്. നമ്മളെല്ലാ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ എന്ത് കൊടുക്കും? നമ്മൾ പാഠത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട ഖുർആൻ്റെ ഒരു ഉദാഹരണം കൊടുക്കും. നമ്മൾ ക്വസ്റ്റ്യനുകളാണല്ലോ, നമ്മൾ ഖുർആനിൽ കുറേ ക്വസ്റ്റ്യനുകളുള്ള നഖ്റഉ മിനൽ ഖുർആൻ നമ്മൾ ഓതുക. എന്നിട്ട് വനക്തശിഫ് മിൻഹ അദവാത്തിൽ ഇസ്തിഫാം, ചോദ്യ ചിഹ്നങ്ങൾ. അദവാത്തിൽ ഇസ്തിഫാം എന്ന് പറഞ്ഞാൽ അദവാത്തണൽ അടയാളങ്ങൾ കേട്ടോ. ഏതടയാളം? ഇസ്തിഫാം ചോദ്യം. അപ്പോൾ ചോദ്യ ചിഹ്നങ്ങൾ നമ്മൾ കണ്ടെത്താനാണ് ചോദ്യ ചിഹ്നങ്ങൾ കേട്ടോ. ചോദ്യ ചിഹ്നങ്ങൾ ഇന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഒന്നാമത്തെ ഒരായത്ത് നോക്കി, മാ ദറാക മൽ ഹുത്തമ, എന്താണ് ഹുത്തമ എന്ന് നിങ്ങൾക്കറിയോ? മാ എന്താണ് അല്ലേ, മാ മൽ ഹുത്തമ, ഹുത്തമ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്നാണ് ചോദ്യം. രണ്ടുമായും ക്വസ്റ്റ്യനാണ്. ഹൽ അതാക ഹദീസുൽ ഗാശിയ, ഹൽ അതാക ഹദീസുൽ ഗാശിയ, നിങ്ങളുടെ അടുക്കിലേക്ക് ഗാശിയയുടെ സംഭവം വന്നോ? ഹൽ അതാക ഹദീസുൽ ഗാശിയ, നിങ്ങളുടെ അടുക്കിലേക്ക് ഗാശിയ എന്ന് പറഞ്ഞാൽ ഖിയാമത്താണ് ബന്ധപ്പെട്ട വിഷയമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ വന്നോ, നമ്മുടെ വിഷയം അത്രയേ ഉള്ളൂ കേട്ടോ. ഹൽ അതാക വന്നോ. അടുത്തത് മന്ദല്ലതി, ആരാണ്? മന്ദല്ലതി ആരാണ്? യശ്ഫഉ ഇൻദഹു, അള്ളാഹിൻ്റെ അടുക്കൽ ശുപാർശ നിൽക്കുക. നമ്മുടെ ചോദ്യം മൻ. യസ്അലൂനക മാദാ യുൻഫിഖൂൻ, ഇതങ്ങനെ മനസ്സിലാക്കിയാൽ ചോദ്യം ഒന്നിന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. മാദാ യുൻഫിഖൂൻ, എന്താണ് ചെലവാക്കുക? മാദാ. അടുത്തത് ഐന ശുറക്കാഉക്കും, ഐന ശുറക്കാഉക്കും, എവിടെയാണ്? ഐന എവിടെയാണ് നിങ്ങളുടെ പങ്കുകാർ? അടുത്ത ചോദ്യം കൈഫ തക്ഫുറൂന ബില്ലാ, കൈഫ തക്ഫുറൂന ബില്ലാ, എങ്ങനെയാണ് അവർ അള്ളാഹുവിനെ കളിയാക്കുന്നത്? ഉണ്ടോ? അപ്പം എല്ലാത്തിനും മാ, ഹൽ, മൻ, മാദ, ഐന, കൈഫ ഇങ്ങനെയൊക്കെ വന്നു. ഓക്കെ. ഇനി അടിയിൽ നിങ്ങൾ ഇതേ രൂപത്തിൽ എഴുതി നോക്കുക. ഐന അങ്ങനെ തന്നെ എഴുതി നോക്കുക. മന്ന് അടിയിൽ എഴുത്ത് പഠിക്കുക. ഹൽ, കൈഫ, മാ, മാദ, മാദ. ഓക്കെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും.